എല്ലാം എൻ്റെ കൈപ്പിടിയിൽ തന്നെ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. തന്നില്ലെങ്കിൽ ശക്തമായ പ്രതികാരം ചെയ്യും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയാതെ പറയുന്ന കാര്യമാണിത്. അധികാരത്തിൽ കയറിയത് മുതൽ ലോകരാജ്യങ്ങളിൽ അമേരിക്കയോട് സഹകരിക്കാത്ത എല്ലാവരോടും പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്ന ഭരണാധികാരിയാണ് ട്രംപ് എന്ന് വിലയിരുത്തേണ്ടി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇറാനെതിരെ ട്രംപ് നടത്തിയ ഭീഷണി സ്വരം കടത്തിപ്പടരുമോ എന്നാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ തവണ ഇറാനിലെ ആണവ നിർമ്മാണത്തിൽ US കരാറുകൾ നടപ്പിലാക്കാൻ ഇറാനിനോട് ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതിന് വഴങ്ങിയില്ലെങ്കിൽ ടെഹ്റാനിലേക്ക് ബോംബിടുമെന്ന് വ്യക്തമാക്കിയത്. എന്നാൽ ഇറാൻ്റെ ആണവാടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള US ആക്രമണം ഉണ്ടാകുന്നത് നല്ല കാര്യമല്ല. അത് വലിയൊരു പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നാണ് റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇത്തരം രീതികൾ അനുചിതമാണെന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾ അവയെ അപലപിക്കുന്നു. ഇറാനിന് മേൽ ഇച്ഛാശക്തി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമായാണ് ഞങ്ങളിതിനെ കാണുന്നതെന്ന് റഷ്യൻ ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ സെർജി റെബ്കോവ് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ട്രംപിനെതിരായി നേരിട്ടുള്ള വിമർശനങ്ങൾ മോസ്കോ വലിയ തോതിൽ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വാഷിംഗ്ടണുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നത് മുൻഗണന നൽകിയത് യുക്രൈനിലും യൂറോപ്യൻ സഖ്യകക്ഷികൾക്കിടയിലും ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. തൻ്റെ ആദ്യ ഭരണകാലത്ത് ട്രംപ് 2015 ഇറാൻ ആണവ കരാറിൽ നിന്ന് അമേരിക്കയെ പിൻവലിച്ചിരുന്നു. ഉപരോധങ്ങളിൽ ഇളവ് നൽകുന്നതിന് പകരമായി ടെഹ്റാനിലെ ആണവ പ്രവർത്തനങ്ങൾക്ക് കർശനമായ പരിധികൾ ഏർപ്പെടുത്തി. തങ്ങളുടെ ആണവ പദ്ധതി സമാധാനപരമായി ആവശ്യങ്ങൾക്കുള്ളതാണെന്നാണ് ഇറാൻ വാദിക്കുന്നത്. ആണവായുധങ്ങൾ തേടുന്നത് നിഷേധിക്കുകയും അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭീഷണിയെ തുടർന്ന് എന്തെങ്കിലും നടപടി ഇറാനെതിരെ സ്വീകരിച്ചാൽ ശക്തമായ പ്രഹരം നേരിടേണ്ടി വരുമെന്നാണ് ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖൊമേനി തിങ്കളാഴ്ച അമേരിക്കയിൽ ശക്തമായ മുന്നറിയിപ്പ് നൽകിയത്. US ഭീഷണിയെ പരാമർശിച്ചുകൊണ്ട് ഒരു തത്സമയ പ്രസംഗത്തിൽ ഖൊമേനി പറഞ്ഞു, അമേരിക്ക വിചാരിക്കുന്ന രീതിയിൽ ഇറാനെ ആക്രമിക്കാനാണ് ശ്രമമെങ്കിൽ അവർക്ക് എതിരെ ശക്തമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയാൻ ട്രംപ് ഭരണകൂടം പ്രതിജ്ഞാബദ്ധമായി തുടരുന്നതിനാൽ വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം US ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചുവെന്നാണ് വിദഗ്ധർ വ്യക്തമാക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ സൈനിക നടപടി ഭീഷണിക്കെതിരെ ഇറാൻ ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൗൺസിലിൽ ഔദ്യോഗികമായി പരാതി നൽകിയെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ട്രംപിൻ്റെ പരാമർശങ്ങൾ അശ്രദ്ധയും ശുദ്ധബുദ്ധിയും ഉള്ളതാണെന്ന് ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നു. ആണവ കരാർ അംഗീകരിച്ചെങ്കിലെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ബോംബാക്രമണങ്ങൾ നടത്തുമെന്ന് ട്രംപ് അടുത്തിടെ ഇറാനെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇറാനി നേതൃത്വം പ്രസ്താവനയെ അപലപിക്കുകയും ആക്രമിച്ചാൽ പ്രതികാരം ചെയ്യുമെന്നും അറിയിച്ചതാണ് വിവരം. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിൽ ഒരു സൈനിക ആക്രമണം ഉണ്ടായാൽ പ്രാദേശിക യുദ്ധം, സാമ്പത്തിക തടസ്സങ്ങൾ, വർദ്ധിച്ചു വരുന്ന തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പേർഷ്യൻ ഗൾഫിലെ ഇറാൻ്റെ തന്ത്രപ്രധാനമായ സ്ഥാനം ആഗോള എണ്ണ വിതരണത്തെ സാരമായി ബാധിക്കുകയും ഊർജ്ജവില കുതിച്ചുയരാൻ കാരണമാകുകയും ചെയ്യുമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്.